ഇപ്പോൾ മന്ത്രി OR കേളു കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇതിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയാണ്. വീണ്ടും മണ്ണിടിയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. എങ്ങനെ നമുക്ക് ഇത് ഒരു താൽക്കാലികമായെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്ന്? അതെ, ഇപ്പോ ഈ കനത്ത മഴയാണ്. ഇന്നലെ മുതൽ പാറ കഷ്ണങ്ങൾ തന്നെയാണ് ഇടിഞ്ഞ് തോട്ടിലേക്ക് വീടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ അതൊക്കെ നീക്കി പൂർണ്ണമായിട്ടും ഗതാഗതം തുറന്നു കൊടുക്കും. പക്ഷെ ഇന്ന് ശക്തമായ മഴയ്ക്ക് വീണ്ടും അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തില് ഈ പകലൊക്കെ അത്യാവശ്യം വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷെ പകലൊക്കെ എന്ത് സംഭവിച്ചാലും നമുക്ക് അത് ഇടപെടാനും ഒക്കെ സാധിക്കും. പക്ഷെ രാത്രി ആയിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസം നേരിടും. അതുകൊണ്ട് രാത്രി അത് പൂർണ്ണമായും ബ്ലോക്ക് ആക്കണം എന്നുള്ളതാണ് ഇപ്പൊ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ജില്ലാ ഭരണകൂടവും എല്ലാ ഫോഴ്സും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൃത്യമായ ഏകോപനം നടക്കുന്നുണ്ടോ മിനിസ്റ്റർ? കാരണം നേരത്തെ TCDK MLA പ്രതികരണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു കൃത്യമായ ഏകോപനം അവിടെ നടക്കുന്നില്ല, അത് തന്നെയാണ് ഏറ്റവും പ്രശ്നമെന്നാണ്. ഇല്ല, വയനാട് ജില്ലാ കളക്ടറും കോഴിക്കോട് കളക്ടറെയും ഞാൻ തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടരെയും വിളിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. കോഴിക്കോട് കളക്ടർക്ക് ഇപ്പോൾ വയനാടിന്റെ അതിർത്തി ഭാഗത്താണ് ഈ വിഷയം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് എളുപ്പമായിട്ട് വയനാട് കളക്ടർ ഡയറക്റ്റ് അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടു കൂട്ടരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത്. പക്ഷെ നമുക്ക് ഈ മഴയുടെ അതിശക്തമായിട്ടുള്ള മഴയും അവിടെ വീഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഒരു പൂർണ്ണ തോതിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഉള്ള ഒരു പ്രയാസം നമുക്കിവിടെ നേരിടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഏതായാലും ഇപ്പം വാഹനങ്ങൾ വിടുന്നുണ്ട്. പക്ഷെ രാത്രി പൂർണ്ണമായിട്ടും വിടാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്കാണ്. അതെ, ഇതിപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ആയതുകൊണ്ട് അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ്. വീണ്ടും മണ്ണിടിയുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ വാഹനങ്ങൾ കടത്തിവിടുക സുരക്ഷിതമല്ല. അപ്പോൾ തീർച്ചയായും അത് അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കേണ്ടി വരുമല്ലേ? അതെ, പകലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കടത്തിവിടാനോ എന്തെങ്കിലും സംഭവിച്ചാലും ഓടിയെത്താനൊക്കെ സാധിക്കും. പക്ഷെ രാത്രി കഴിഞ്ഞാൽ വൈദ്യുതി ഉണ്ടാവില്ല. പിന്നെ ഗതാഗത തടസ്സം കാരണം നമുക്ക് വലിയ പ്രയാസം നേരിടും. അതുകൊണ്ട് രാത്രി ഇങ്ങനെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അല്ലാതെ തീരുമാനം എടുത്തിട്ടില്ല. ഏതായാലും രാത്രിയോടുകൂടി ചിലപ്പോൾ തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ഞാൻ രണ്ട് കളക്ടർമാരായിട്ട് സംസാരിച്ചപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മുടെ ഗതാഗത മന്ത്രി ഇപ്പോൾ സ്ഥലത്തില്ല. അത് പിന്നെ മുഖ്യമന്ത്രിയായിട്ട് ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കത്തുള്ളൂ. ഓക്കെ, വളരെയധികം നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. മന്ത്രി OR കേളുവാണ് പ്രതികരിച്ചത്. കൃത്യമായ ഏകോപനം അവിടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഫൈസൽ നെടുമ്പാല തുടരുന്നുണ്ട്. ഫൈസൽ, ഇപ്പോൾ ഈ ഇടിഞ്ഞിരിക്കുന്ന സ്ഥലം, മണ്ണും കല്ലും ഒക്കെ ഇടിഞ്ഞെത്തിയിരിക്കുന്ന സ്ഥലം, അത് അവിടെ നിന്ന് അത് മാറ്റാനുള്ള നടപടികളൊക്കെ നടക്കുന്നുണ്ടോ? അമൃത, ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ നടക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മഴ ശക്തമായി തന്നെ പെയ്യുകയാണ്. മഴ പെയ്യുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് മുകളിൽ നിന്ന് കല്ലും മണ്ണും വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലാണ് മണ്ണും കല്ലും വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടികളൊന്നും തന്നെ പുരോഗമിക്കുന്നില്ല. അല്പസമയത്തിനകം ഒരുപക്ഷെ മഴ മാറിയാൽ മാത്രമേ ഇത്തരത്തിൽ പൂർണ്ണമായും നമുക്ക് ബാക്കിയുള്ള കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ പൂർണ്ണമായും ചുരത്തിന്റെ കവാടത്തിൽ ബാരിക്കേഡ് വെച്ചുകൊണ്ടും കയറ് കെട്ടിക്കൊണ്ടും പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ചുരം. ഒരു തരത്തിലുള്ള വാഹനങ്ങളും കടന്നു പോകുന്നില്ല. ആംബുലൻസ് ഉൾപ്പെടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കടന്നു പോവുകയാണ്. നേരത്തെ രാവിലെയൊക്കെ തന്നെ ഈ മഴ മാറി നിന്ന ഒരു സാഹചര്യത്തിൽ കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ എന്നാൽ വീണ്ടും ഒരു 3 മണിയോടുകൂടി അതിശക്തമായ മഴയാണ് ഈ മേഖലയിലൊക്കെ തന്നെ പെയ്യുന്നത്. കൂടുതലായുള്ള നീർച്ചാലുകൾ ഉൾപ്പെടെ ചുരത്തിൽ രൂപപ്പെട്ടിട്ടുമുണ്ട്. അതിശക്തമായ വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെ കടക്കുന്നതിന് വലിയ പരിമിതിയുണ്ട്. നേരത്തെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അത് മണ്ണ് പരിശോധന നടത്തേണ്ടതുണ്ട്. ജിയോളജിക്കൽ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടക്കേണ്ടതുണ്ട്. അതും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കാരണം ശക്തമായ മഴയും കോടയും വലിയ പ്രതിസന്ധി ഇപ്പോഴും സൃഷ്ടിക്കുകയാണ്. ഒരുപക്ഷെ മഴ അല്പം മാറി നിന്നാൽ, അല്ലെങ്കിൽ മഴയ്ക്ക് ശമനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിശോധനകളും മണ്ണ് ഇപ്പോൾ നിലവിൽ താഴേക്ക് വന്നിരിക്കുന്ന കല്ലും മണ്ണും അടക്കമുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.
ശരി, ഫൈസൽ നെടുമ്പാലയാണ് താമരശ്ശേരി ചുരത്തിനടുത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ നിന്ന് ആ വീണ കല്ലും മണ്ണുമൊക്കെ മാറ്റുന്ന നടപടികൾ ഇപ്പോഴും നടക്കുന്നില്ല. കാരണം അതിശക്തമായ മഴ അവിടെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. അത് തന്നെയാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ താമരശ്ശേരി ചുരം ഉൾപ്പെടുന്ന വനമേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ചുരത്തിനോട് ചേർന്നൊഴുകുന്ന പൊട്ടിക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഷബീർ ഉമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ? അമൃത, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ നടക്കുകയാണ്. പക്ഷേ ഈ കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ പൊട്ടിക്കൈ പുഴയിലെ അതിശക്തമായ മലവെള്ളപ്പാച്ചിൽ. കാരണം ഈ പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് താമരശ്ശേരി വനമേഖല ഉൾപ്പെടുന്ന പ്രദേശത്താണ്. ഇത് താമരശ്ശേരി ചുരത്തിന്റെ വനമേഖല ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഇത് ഈ പുഴയുടെ ഉത്ഭവസ്ഥാനം. അപ്പോൾ ഈ വനമേഖലയിൽ ശക്തമായ മഴയുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ പുഴയിലൂടെ അതിശക്തമായ മലവെള്ളപ്പാച്ചിലുള്ളത്. സ്വാഭാവികമായും ഈ മഴ അല്ലെങ്കിൽ ഈ മലവെള്ളപ്പാച്ചിൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനെയും ബാധിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം മണ്ണിടിച്ചിലുണ്ടായി. വേഗത്തിൽ ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ പിന്നീടും ഈ മഴയെ തുടർന്ന് ഈ ഭാഗത്തൂടെ മണ്ണും ചെളിയും ഒലിച്ചു വരികയും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയും ചെയ്തില്ല. ഒപ്പം തന്നെ മറ്റിടങ്ങളിലും ഈ നിലയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്ക കൂടിയുണ്ട്. കാരണം അതിശക്തമായ മഴ ഈ വനമേഖലയിൽ തുടരുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ കൂടി ഈ പൊട്ടിക്കൈ പുഴയിലൂടെ ഉണ്ടായിരിക്കുന്നത്. പൊട്ടിക്കൈ പുഴ എന്ന് പറയുമ്പോൾ അടിവാരത്തിലൂടെയാണ് ഒഴുകുന്നത്. പക്ഷേ വനമേഖലയിൽ മഴ പെയ്താലാണ് ഈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ശക്തമാകുന്നത്. അതിന്റെ ഭാഗമായുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അമൃത.